നമസ്കാരം, ഞാൻ ജിജി ജോസഫ്, കാട്ടാക്കട മാതാ കോളേജിന്റെ ചെയർപേഴ്സണും മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റുമാണ്. ഇത് ഡോക്ടർ ജ്യോതിഷാണ്, എൻ്റെ മകനാണ്. 26 വർഷമായി കാട്ടാക്കടയിൽ മാതാ കോളേജ് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് പാവപ്പെട്ട പിള്ളേരെ ഞങ്ങൾ ഫീസുകളൊന്നും ഇല്ലാതെ അവരെ പഠിപ്പിച്ച് വിടുന്നുണ്ട്. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ജ്യോതിഷ് സുഭാഷ്. പള്ളിക്കാട് ഹിലൻസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. നമ്മുടെ സ്വന്തം ഹോസ്പിറ്റൽ തന്നെയാണ്, മാതാ കോളേജിൻ്റെ അണ്ടറിലാണ് ഹോസ്പിറ്റൽ വരുന്നത്. 26 വർഷമായി നമ്മുടെ മാതാ കോളേജ് കാട്ടാക്കട ചൂണ്ടുപലകയിൽ ഒരു സ്ഥലത്ത് അങ്ങനെ വരുവാണ്. ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചിറക്കാനും നല്ല ജോലി, നല്ല ഉയർന്ന സ്ഥലങ്ങളിൽ ജോലി മേടിച്ചു കൊടുക്കാനും മാതാ കോളേജിന് സാധിച്ചിട്ടുണ്ട്. വളരെ സന്തോഷം. അപ്പം ഇനി ഓണം വരുവാണ്, അതിൻ്റെ കുറച്ച് തിരക്കുകളും ഓണം ഫംഗ്ഷൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടി നടക്കുവാണ്. അപ്പം എന്തുകൊണ്ടും വളരെ സന്തോഷം ഈ ഒരു ദിവസം, ഈ ഒരു നല്ല ദിവസം ദിനത്തിൽ ഈ ഒരു പ്രസ് മീറ്റ് കൂടാനും. കാട്ടാക്കടയിൽ ഏറ്റവും വേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു ഈ ഒരു പ്രസ് ക്ലബ്ബ്. അതിൽ പങ്കെടുക്കാൻ ചേർന്നതിന് വളരെ സന്തോഷം. നാളെ ഞങ്ങളുടെ ഓണം ഫംഗ്ഷനാണ്. ചുണ്ടുപലക വലിയൊരു ഘോഷയാത്രയോടുകൂടിയാണ്, ലേഗ്രാൻഡിലാണ് ഞങ്ങളുടെ പ്രോഗ്രാം നാളെ നടത്തുന്നത്. അങ്ങനെ നല്ലൊരു പ്രോഗ്രാമാണ് ഞങ്ങൾ നാളെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ മാതാ കോളേജിന്റെ ഓണാഘോഷം നടക്കുകയാണ്. ചുണ്ടുപലകിൽ നിന്ന് ഘോഷയാത്രയോടുകൂടെയാണ് ലേഗ്രാൻഡിൽ ചെന്ന് നിർത്തി അവിടെ പിള്ളേരുടെ ഒരുപാട് തരത്തിലുള്ള പ്രോഗ്രാമോടുകൂടിയാണ് ഞങ്ങൾ അവിടെ ഓണം ആഘോഷിക്കുന്നത്. ഞങ്ങളുടെ ഓണാഘോഷത്തിന്റെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് ഋഷിരാജ് സിംഗ് ആണ്. കൃത്യം 11 മണിക്കാണ് ഇനാഗുറേഷൻ ചെയ്യുന്നത്. തുടർന്ന് ഒരു വൈകിട്ട് 3 മണി വരെ ഞങ്ങളുടെ പ്രോഗ്രാം അവിടെ ഉണ്ട്. നല്ലവരായ എല്ലാ നാട്ടുകാരെയും ഞങ്ങളുടെ ഈ ഓണപരിപാടിയിലേക്ക് ഞാൻ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഈ മാതാ കോളേജ് ഇപ്പം 26 വർഷത്തോളം ആകുന്നു. അപ്പൊ ഈ ജീവകാരുണ്യ രംഗത്തേക്ക് ഇറങ്ങാനുള്ള ഒരു പ്രചോദനം എന്തായിരുന്നു അതിന്റെ ഒരു കാരണം? ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഇറങ്ങാൻ കാരണം എൻ്റെ അമ്മയും അച്ഛനും ആ രീതിയിൽ എന്നെ വളർത്തിയതാണ് ഒന്നാമത്തെ കാര്യം. ആ ഒരു മാനസികാവസ്ഥയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഇവിടെ നമ്മളെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയിക്കോട്ടെ, സമൂഹത്തിൽ കഴിയുന്ന അവസ്ഥ അനുഭവിക്കുന്ന ജനങ്ങളിലേക്ക് എനിക്ക് ഇറങ്ങിച്ചെല്ലാനും അവരെ സഹായിക്കാനുള്ള ഒരു മാനസികാവസ്ഥ തോന്നിയത്. നല്ല രീതിയിൽ തന്നെയാണ് എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന്, മാതാ കോളേജിൽ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് 100-ൽ ഒരു 70% സമൂഹത്തിന് വേണ്ടി ചെലവാക്കുന്നു എന്ന് 100% എനിക്ക് ഹൃദയം തുറന്ന് പറയാൻ സാധിക്കും. കാരണം ഞാൻ ഇതുവരെ എൻ്റെ ചാരിറ്റിക്ക് ഞാനായിട്ട് ആരെടുത്തും കൈനീട്ടാൻ പോയിട്ടില്ല. അപ്പം ഞങ്ങളുടെ കോളേജിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നത്. അപ്പൊ ഈ മെഡിക്കോ ഫെസ്റ്റ് എന്ന് പറഞ്ഞൊരു വലിയ പരിപാടി നമ്മുടെ കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് വളരെ സജീവമായി നടക്കുന്ന ഒരു പരിപാടിയാണ്. അത് വളരെ ഭാരിച്ച ചെലവുള്ള പരിപാടിയാണ്. പക്ഷെ ഒരുപാട് പാവങ്ങൾക്ക് സഹായം എത്തിക്കുന്നുണ്ട്. പക്ഷെ ഇത്രയും സാമ്പത്തികം ഇതെങ്ങനെയാണ് ഇതിന്റെ കണ്ടെത്തുന്നത്? അതൊരു വലിയ ടാസ്ക് തന്നെയല്ലേ? ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് മെഡിക്കൽ ഫെസ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു 4 years കൊണ്ടാണ് നമ്മൾ നടത്തി വരുന്നത്. അത് നടത്തിയതെല്ലാം വളരെ ഗംഭീരമായിട്ടാണ് നമ്മൾ നടത്തിയത്. അതിന് മുന്നേ നമ്മൾ നടത്തിയിട്ടുണ്ട് ചാരിറ്റി കാര്യങ്ങൾ. ഈ പറയുന്ന പോലെ ആരും അറിയാതെ പല ആൾക്കാരെയും നമ്മൾ സഹായിച്ചിട്ടുണ്ട്. വീൽ ചെയർ ആയിക്കോട്ടെ, പാലിയേറ്റീവ് യൂണിറ്റ് ആയിക്കോട്ടെ, ഓൾഡേജ് ഹോം ആയിക്കോട്ടെ, പല രീതിയിൽ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ 4 വർഷം കൊണ്ട് നമ്മൾ ഒരു പ്ലാൻ ചെയ്തു. നമ്മൾക്കൊരു ആനുവൽ ഡേ ഉണ്ട്, കോളേജ് ഉണ്ടല്ലോ. അപ്പം നമ്മൾ ഓർത്ത് കുട്ടികൾക്കും കൂടി ഒരു മാതൃകയാവാം. അപ്പം നമ്മളെ കണ്ടാണല്ലോ പല ആൾക്കാരും പഠിക്കേണ്ടത്, വരുന്ന തലമുറകൾ. അപ്പം അവർക്കും കൂടി ഈ ക്ലാസ്സിനോടൊപ്പം ഒരു ചാരിറ്റി, നല്ല മനുഷ്യനാവാൻ വേണ്ടിയുള്ള ഒരു ക്ലാസ് ആണ് ഈ മെഡിക്കോ ഫെസ്റ്റിന്റെ ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിങ്ങനെ 5 വർഷം കൊണ്ട് അവരുമായിട്ട് ചേർന്ന് നമ്മൾ നല്ല രീതിയിൽ നടത്തി പോകുന്നു. ഈ ഒരു പാവപ്പെട്ട ഒരു കുട്ടിക്ക് വീട് വെച്ച് കൊടുക്കുന്ന ഉൾപ്പെടെയുള്ള ചില പരിപാടികളൊക്കെ നടക്കുന്നത്. അപ്പം ഇത് അങ്ങനെ ഒരു ഐഡിയ എന്താണ് വന്നത്? അത് ഈ പറയുന്ന പോലെ കുട്ടികളും നമ്മളെല്ലാവരും കൂടി ഒരു ഡിസ്കഷനിലൂടെയാണ് വന്നത്. ഒരു നമ്മുടെ അവിടെ പഠിച്ച കുട്ടിക്ക് തന്നെയാണ് ഒരു മെയിനായിട്ടൊരു പോയിന്റ് ഉണ്ട്. എന്റെ മകളുടെ മാരേജ് കഴിഞ്ഞ വർഷമാണ്. അപ്പം എനിക്ക് അത് ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഒരു വീട് വെച്ച് കൊടുക്കണമെന്ന് അത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. ആ മാരേജ് സമയത്ത് തന്നെ കൊടുക്കണമെന്നൊരു ആഗ്രഹമായിരുന്നു. കല്യാണം പെട്ടെന്ന് അങ്ങനെ വന്നതുകൊണ്ട് ആ ടൈമിൽ ആ വീടിന്റെ പണി കംപ്ലീറ്റ് ആയില്ല. അതിനുശേഷമാണ് എൻ്റെ കോളേജിൽ പഠിക്കുന്ന കുട്ടിക്ക് തന്നെ ഈ വീട് വെച്ച് കൊടുക്കുക. അത് എൻ്റെ എനിക്കൊരു മോളുണ്ട്. അങ്ങനെ വളരെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന അച്ഛനില്ലാത്ത ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ വീട് സ്പോൺസർ ചെയ്തു. ഞങ്ങൾ എല്ലാവരും കൂടെ, ഞാനും ഞങ്ങളുടെ ടീം, ട്രസ്റ്റിന്റെ ടീമും കോളേജിലെ സ്റ്റുഡൻസ്, അധ്യാപകരും എല്ലാവരും കൂടെ ചേർന്ന് ആ വീട് വെച്ച് പാല് കാച്ചി കൊടുക്കാൻ എനിക്ക് സാധിച്ചു.